കേരള തീരത്ത് തീപിടിച്ച MV വാൻഹൈ 503 എന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതര പരുക്കേറ്റ 2 പേർ ഉൾപ്പെടെ 6 പേരെയാണ് മംഗളൂരുവിലെ AJ ആശുപത്രിയിൽ എത്തിച്ചത്. ചൈന സ്വദേശികളായ ലുയൻലി സുഫാബിനോ ഗുവോലലിനോ, തായ്വാൻ സ്വദേശി സോനറ്റുൽ ഹസൈനി, മ്യാൻമർ സ്വദേശികളായ തെയ്ൻലി താഹട്ടെ, കൈസാഹട്ടു എന്നിവരാണ് ആശുപത്രിയിലുള്ളത്. നാവികസേന കപ്പലായ INS സൂറത്തിലാണ് ജീവനക്കാരെ മംഗലാപുരം തുറമുഖത്ത് എത്തിച്ചത്. കേരള തീരത്ത് തീപിടിച്ച MV വാൻഹൈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ ഇന്നലെ എത്തിച്ചിരുന്നു. ഗുരുതരമായി 2 പേർക്ക് പരുക്കേറ്റിരുന്നു. 2 പേർ ഉൾപ്പെടെ 6 പേരെയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചത്. മാത്രമല്ല, ചൈന സ്വദേശികളായ ലുയൻലി സുഫാബിനോ ഗുവോലലിനോ, തൈവാൻ സ്വദേശി സോനറ്റുൽ ഹസൈനി, മ്യാൻമർ സ്വദേശികളായ തെയ്ൻലി താഹട്ടെ, കൈസാഹട്ടു എന്നിവരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. രക്ഷാപ്രവർത്തനത്തിനായി നാവികസേന കപ്പലായ INS സൂറത്തിലാണ് ജീവനക്കാരെ ഇന്നലെ മംഗലാപുരം തുറമുഖത്ത് എത്തിച്ചത്. MV വാൻഹൈ കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ ഇന്നലെ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. വിവരങ്ങളുമായി ചേതൻ സാജൻ കൂടിയുണ്ട്. ചേതൻ, ഇന്നലെ ഈ ജീവനക്കാരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. 2 പേരുടെ നില ഗുരുതരമാണ്. ഒപ്പം തന്നെ ഇന്നും തെരച്ചിൽ തുടരും 4 പേർക്കായുള്ള. ഒപ്പം കപ്പലിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഈ മംഗളൂരുവിലെ AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി 10:30 ഈ INS സൂറത്തിൽ ഈ അപകടത്തിൽപ്പെട്ട 18 ജീവനക്കാർ INS സൂറത്തിലൂടെ മംഗളൂരു തുറമുഖത്തിൽ എത്തിക്കുന്നത്. ഉടൻ തന്നെ ഇവരെ മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 6 പേരാണ് ഇവർ ഉള്ളത്. ഈ സംഘത്തിൽ നിലവിൽ ചൈനീസ് സ്വദേശികളും തായ്വാൻ സ്വദേശികളും മ്യാൻമർ സ്വദേശികളുമാണ് ഉള്ളത്. 18-അംഗ സംഘമാണ് ഇന്നലെ ഈ മംഗലാപുരത്ത് എത്തിയത്. ഈ പരിക്ക് ഏൽക്കാത്ത മറ്റുള്ളവരെ സമീപത്തുള്ള ഗ്രാൻഡ് ഹോട്ടലിലും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ചികിത്സയിലുള്ളത് 6 പേരാണ്. ഇതിൽ ചൈനീസ് സ്വദേശികളായ ലൂലൻ ലീയും അതുപോലെ തന്നെ തായ്വാൻ സ്വദേശിയായ സോണിത്തുൽ ഹസൈനിയും ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ ഇവിടെ പ്രവേശിപ്പിച്ച് തന്നെ ഇവർ ബോധരഹിതരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ദിനേശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെച്ചത് ഈ 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റ 2 പേർക്കും 35% മുതൽ 40% വരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ 2 പേരുടെയും ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവും ഏറ്റിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ 2 പേരെ കൂടാതെ മറ്റു 4 പേർ ഇവരിൽ പുക ശ്വസിച്ചും ഈ വിഷപ്പുക ശ്വസിച്ചും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടും ഈ വൈദ്യസഹായവും തേടിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ഈ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നവർ തിരിച്ചു വരുമോ എന്ന കാര്യം അടക്കം കാര്യം കൂടി അവരുടെ ആരോഗ്യസ്ഥിതിയെ കൂടി ഇന്ന് ആശുപത്രിയിൽ നിന്ന് പ്രസ് റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും ബേപ്പൂരിന് 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചത്. ഇന്നും ഈ അപകടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇനിയും 4 പേരെ കണ്ടെത്താനുണ്ട്. ഇവരെ പറ്റിയിട്ടുള്ള ഒരു വിവരവും ഈ മണിക്കൂറുകൾ ലഭിച്ചിട്ടില്ല. ഈ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഇവർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയോടെ ഇവരുടെ തെരച്ചിൽ ആരംഭിച്ചിട്ട് ഒപ്പം തന്നെ ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യവും ഈ തെരച്ചിലിന് വെല്ലുവിളിയായി ഉയരുന്നുണ്ട്. ഏതായാലും ഈ സമുദ്ര ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ പ്രവചിക്കുന്നത് കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള തീരങ്ങളിൽ ഈ കണ്ടെയ്നറുകളൊക്കെ അടിയാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഒപ്പം തന്നെ നമ്മളെ പ്രധാനമായും അലട്ടുന്ന ചോദ്യം ഈ കണ്ടെയ്നറുകളിൽ വിഷവസ്തുക്കൾ, അതായത് പെട്ടെന്ന് തീ പിടിക്കുന്ന ഇൻഫ്ലേമബിൾ വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യം അടക്കം ഇനി അതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകളും അതുപോലെ തന്നെ നാവികസേനയുടെ INS സത്ലജുമാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിന് പങ്കെടുക്കുന്നത്.
കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ 18 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മംഗലാപുരം ചികിത്സയിൽ പ്രവേശിച്ചത്. മംഗലാപുരത്ത് എത്തുവാൻ കാരണം ഒന്ന്, ഈ INS സൂറത്തിന് പെട്ടെന്ന് എത്തുവാനുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ട് കൂടിയാണ് മംഗലാപുരം പോർട്ടിലേക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും, ഒപ്പം തന്നെ ഈ പൊള്ളൽ ചികിത്സയ്ക്ക് ഏറ്റവും ഫേമസ് ആയ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ AJ ആശുപത്രി ആണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇവരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വരും മണിക്കൂറുകൾ ഡോക്ടർ പ്രസ്താവന നടത്താൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കാണാതായ 4 പേര് കൂടി അവരുടെ തെരച്ചിലും ഊർജിതമായി തുടരുകയാണ്. വർഷ ചേതൻ, ഈ 2 പേർക്ക്, അതായത് 35% മുതൽ 40% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. അവരുടെയൊക്കെ പരുക്ക് ഗുരുതരമാണ്. മാത്രമല്ല ഇതിൽ വിഷപ്പുക ശ്വസിച്ച് ഗുരുതരാവസ്ഥയിലായ ആളുകളുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ആരോഗ്യനിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്, അല്ലേ? അതെ, മൊത്തം 18 അംഗ സംഘത്തെയാണ് ഇന്നലെ ഈ മംഗലാപുരം തുറമുഖത്ത് എത്തിച്ചത്. ഇവരെ 6 പേരെയാണ് മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബാക്കി പേരെ സമീപത്തുള്ള ഗ്രാൻഡ് ഹോട്ടലിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ 6 പേരിൽ 2 പേരുടെ ആരോഗ്യനിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി തുടർന്നത്. ഇന്നലെ ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണിച്ചതായിരുന്നു. അതായത് ഈ 2 പേർക്കും അവർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബോധരഹിതരായിരുന്നു. ബാക്കി 4 പേർ പരസഹായം ഇല്ലാതെയാണ് ഈ എമർജൻസി വാർഡിലേക്ക് നടന്നുപോയ ദൃശ്യങ്ങളും നമ്മൾ ഇന്നലെ പ്രേക്ഷകർക്ക് കാണിച്ചിരുന്നു. ഡോക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 പേര് ബന്ധപ്പെട്ട് ഇതിൽ 2 പേർ, ഒരാൾ ലൂൻലി എന്നാണ് അയാളുടെ പേര്, ചൈനീസ് സ്വദേശിയാണ്. മറ്റൊരാളുടെ പേര് സോനിത്തുൽ ഹസൈനി, തായ്വാൻ സ്വദേശിയാണ്. ഇവർക്ക് 2 പേർക്കും ശരീരത്തിൽ ആഴത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ദിനേശ്, കോസ്മെറ്റിക് സർജൻ വിദഗ്ധനാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ പരിക്ക് 35% മുതൽ 40% വരെ ശരീരത്തിൽ ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. സാധാരണ 50% മേലെ പൊള്ളലേറ്റാണ് ഡോക്ടർമാർ അതീവ ഗുരുതരം എന്നാണ് പറയാറ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ 2 പേർക്കും ശ്വാസകോശത്തിൽ മാരകമായി പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആരോഗ്യനില വളരെ അതീവ ഗുരുതരമായി തുടരുന്നത്. ഏതായാലും ഇവരെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാനുള്ള എല്ലാവിധ ചികിത്സയും ഡോക്ടർമാർ നൽകുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള പ്രസ് റിലീസ് ഒരുപക്ഷെ ഡോക്ടർമാർ, ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ദിനേശൊക്കെ നേരിട്ട് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തെരച്ചിലിൽ ഈ രക്ഷാപ്രവർത്തനം ഇന്നും തുടരുന്നതായിരിക്കും. 4 പേരാണ് ഈ കണ്ടെത്തുവാനുള്ളത്. ഇവർക്കായിട്ട് തെരച്ചിൽ കടലിൽ വീണിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ 4 പേർക്കായുള്ള തെരച്ചിലും തുടരുന്നുണ്ട്. അതായത് 2 ഘട്ട രക്ഷാദൗത്യങ്ങളാണ്. ഒന്ന്, കപ്പലിലെ തീ അണയ്ക്കുക, രണ്ടാമത് ഈ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുക. പക്ഷേ ഈ കണ്ടെയ്നറുകളടക്കം കടലിൽ വീണ സ്ഥിതിക്ക് ആ തെരച്ചിലിന് അതൊരു തടസ്സമല്ലേ? തീർച്ചയായും ഇന്നലെ ഈ തെരച്ചിൽ നിർത്തിവെക്കാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നിപ്പോൾ വർഷ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ടെയ്നർ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. തീ അണക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നടുക്കടലിലാണ് ഈ സംഭവം. സ്വാഭാവികമായി അതിൻ്റെയൊക്കെ ഒരു പരിമിതി മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ വെളിച്ചക്കുറവുമായിരുന്നു ഇന്നലെ ഈ ദൗത്യം ഉപേക്ഷിക്കുവാൻ കാരണം, രക്ഷാദൗത്യം. പക്ഷേ ഇന്നലെ ഈ രക്ഷാദൗത്യം താൽക്കാലികമായി ഉപേക്ഷിക്കുമ്പോഴും ഈ പ്രതിരോധ സേന പറഞ്ഞത് ഇന്ന് രാവിലെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതായിരിക്കും. വലിയ വെല്ലുവിളി വർഷം സൂചിപ്പിച്ചതുപോലെ ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്നതിൽ മൂലം ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ 4 പേർ കടലിൽ ചാടിയോ അല്ലെങ്കിൽ അവർ ഈ കപ്പലിൽ അകപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടത് ഷിപ്പിൻ്റെ ക്യാപ്റ്റനാണ്. ഈ ക്യാപ്റ്റൻ ഇപ്പോൾ ഈ മംഗലാപുരത്തെ ഈ ഹോട്ടലിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയില്ല. കാരണം കാണാനും കാണാതിരിക്കുവാനും സാധ്യതയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികളിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ആഭ്യന്തര അന്വേഷണം, ഇന്റേണൽ എൻക്വയറി, കപ്പൽ എന്തുകൊണ്ട് തകർന്നു എന്നുള്ള റിപ്പോർട്ടടക്കം ഇവർക്കൊക്കെ കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മൊഴിയൊക്കെ കമ്പനി രേഖപ്പെടുത്തും. അത് മാത്രമല്ല, ഇവർ എല്ലാവരും വിദേശ പൗരന്മാരാണ്. ഇന്ത്യൻ മാധ്യമങ്ങളെ കാണാൻ ഒരുപക്ഷെ ഇവർ കൂട്ടാക്കില്ല എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും ഈ കാണാതായ 4 പേരുടെ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മൊത്തം 18 പേരാണ് ഇന്നലെ മംഗലാപുരം തീരത്ത് ഇവർ എത്തിയത്. ഇതിൽ 8 ചൈനീസ് സ്വദേശികളും 4 തായ്വാൻ സ്വദേശികളും
4 മ്യാൻമർ സ്വദേശികളും 2 ഇന്തോനേഷ്യൻ സ്വദേശികളുമാണ് ഉള്ളത്. ഇതിൽ ഒരു ചൈനീസ് സ്വദേശിയുടെയും അതുപോലെ തന്നെ ഒരു തായ്വാൻ സ്വദേശിയുടെ ആരോഗ്യ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി പേരെയാണ് കാണാതായിരിക്കുന്നത്. ഈ 4 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല, ഈ കണ്ടെയ്നറുകൾ കടലിൽ വീണത് ഈ 4 പേർക്കായുള്ള തെരച്ചിൽ ദൗത്യത്തിന് മറ്റൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ വെളിച്ചക്കുറവ് കാരണമാണ് തെരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ എത്തിയത്. പക്ഷേ ഇന്നും ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരും. ഒപ്പം 4 പേർക്കായുള്ള തെരച്ചിൽ തുടരും എന്നുള്ള വിവരം കൂടിയുണ്ട്. ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.